ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകം 25, പേജ് നമ്പർ 693. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മനാ അന്യേ സാംഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. പദാനുപദം. കേചിത് ചിലർ, ആത്മന മനസ്സിനാൽ, ആത്മനി തന്നിൽ തന്നെ, ആത്മാനം പരമാത്മാവിനെ, ധ്യാനേന ധ്യാനം കൊണ്ടും, അന്യേ വേറെ ചിലർ, സാംഖ്യേന സാംഖ്യമായ, യോഗേന യോഗം കൊണ്ടും, അപരേ മറ്റു ചിലർ, കർമ്മയോഗേന ച ഫലാസക്തിയില്ലാത്ത കർമ്മം കൊണ്ടും, പശ്യന്തി ദർശിക്കുന്നു. വിവർത്തനം. ചിലർ ധ്യാനം കൊണ്ട് പരമാത്മാവിനെ തങ്ങളിൽ തന്നെ കാണുന്നു. മറ്റു ചിലർ തത്വശാസ്ത്രപരമായ ചർച്ചകളിലൂടെയും, ചിലർ നിഷ്കാമ കർമ്മയോഗം കൊണ്ടും പരമാത്മാവിനെ കണ്ടെത്തുന്നു. ഭാവാർത്ഥം. ആത്മസാക്ഷാത്കാരത്തിനായുള്ള ഗവേഷണത്തിൻ്റെ കാര്യത്തിൽ ബദ്ധജീവാത്മാക്കൾ 2 തരക്കാരാണെന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു. നാസ്തികർക്കും അജ്ഞേയതാവാദികൾക്കും സംശയാലുക്കൾക്കും ആത്മീയ ബോധം ഉണ്ടാവില്ല. ആധ്യാത്മിക ജീവിതത്തിൽ വിശ്വസിക്കുന്നവരെ അന്തർമുഖരായ ഭക്തരെന്നും പറയാം. എപ്പോഴും അദ്വൈത സിദ്ധാന്തം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരെയും നാസ്തികരുടെയും അജ്ഞേയതാവാദികളുടെയും കൂട്ടത്തിലാണുൾപ്പെടുത്തേണ്ടത്. പരമപുരുഷനായ ഭഗവാന്റെ ഭക്തന്മാർ മാത്രമാണ് ആത്മീയ ജ്ഞാനത്തിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നതെന്നു പറയാം. ഈ ഭൗതിക പ്രകൃതിക്കപ്പുറം ആധ്യാത്മിക ലോകവും സർവജീവികളിലും പരമാത്മരൂപേണ വാണരുളുന്ന സർവവ്യാപിയായ ഭഗവാനുമുണ്ട് എന്ന് അവർക്കറിയാം. തീർച്ചയായും ജ്ഞാനാർജനം കൊണ്ട് നിരപേക്ഷ തത്വം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരെയും വിശ്വാസികളിൽ പെടുത്താം. സാംഖ്യ സിദ്ധാന്തത്തിൽ ഭൗതിക പ്രപഞ്ചത്തെ 24 ഘടകങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. 25-ാമത്തെ ഘടകം ജീവാത്മാവാണെന്ന് അവർ കരുതുന്നു.
ഭൗതിക ഘടകങ്ങൾക്കതീതമാണ് വ്യക്തിഗതനായ ജീവാത്മാവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ജീവാത്മാവിനുപരി പരമാത്മാവുണ്ടെന്നും അവർക്ക് ബോധ്യമാവും. 26-ാമത്തെ ഘടകമാണത്. അങ്ങനെ അവരും ക്രമേണ കൃഷ്ണാവബോധത്തിലെ ഭക്തിയുത സേവനത്തിൻ്റെ നിലയിലെത്തിച്ചേരുന്നു. ഫലാപേക്ഷ കൂടാതെ കർമ്മം ചെയ്യുന്നവരും മനോഭാവത്തിൽ ശരിയായ മാർഗത്തിൽ തന്നെയാകുന്നു. കൃഷ്ണാവബോധത്തിലെ ഭക്തിസേവന നിലയിലേക്കുയരാൻ അവർക്ക് ഒരു അവസരം നൽകിയിരിക്കുകയാണ്. ധ്യാനത്തിലൂടെ പരമാത്മാവിനെ അന്വേഷിക്കുന്ന ചില വിശുദ്ധ പ്രജ്ഞരുണ്ട്. അവർ സ്വന്തം ഹൃദയത്തിൽ തന്നെ പരമാത്മാവിനെ ദർശിക്കുമ്പോൾ അതീന്ദ്രിയാവസ്ഥയിലെത്തുന്നു. ചിലർ ജ്ഞാനം വർജിച്ചുകൊണ്ടും മറ്റു ചിലർ ഹഠയോഗാനുഷ്ഠാനം കൊണ്ട് ബാലിശങ്ങളായ പ്രവൃത്തികൾ ചെയ്തും ഭഗവത് പ്രീതി നേടാൻ ശ്രമിച്ചു പോരുന്നു. ഹരേ കൃഷ്ണ.